മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 82-ാമത്തെ ദശകത്തിൽ 9ഉം 10ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 9ാമത്തെ ശ്ലോകം. മുഹുസ്താവച്ഛക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാനേ നിലസഖം വിധിം വത്സസ്തേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷീ തദയമവതാരോ ജയതി തേ. ഇനി കവി ഇതിനെ പറ്റിയിട്ട് ഭഗവാന് ശ്രീകൃഷ്ണ അവതാരം എല്ലാ ബാക്കി അവതാരങ്ങളെക്കാളൊക്കെ വിശേഷമാണ് എന്ന് പറയുകയാണ്. വിശ്വോത്കർഷി, എല്ലാവരെയും ജയിച്ചതായ, എല്ലാവരേക്കാൾ ഉത്കർഷത്തോടു കൂടിയതായ അങ്ങയുടെ ഈ അവതാരം ജയതി, അല്ല സർവോത്കർഷേണ ജയിക്കുന്നു, വിജയിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് അതെങ്ങനെയാണെന്ന് ഒന്നും കൂടി വ്യാഖ്യാനിക്കുകയാണ്. എല്ലാം എന്തൊക്കെ ജയങ്ങളാണ് അവിടെ ഉണ്ടായത്. മുഹുസ്താവച്ഛക്രം, അജയ എന്നുള്ളത് വരുണം അജയോ നന്ദഹരണേന്നുണ്ടല്ലോ. അവിടെ ആ അജയ എന്നുള്ളത് എല്ലാറ്റിലേക്കും അന്വയിക്കണം. അജയ, അങ്ങ് ജയിച്ചു. ഭഗവാൻ കൃഷ്ണൻ ഈ അവതാരത്തിൽ ജയിച്ചു. ആരെയൊക്കെ ജയിച്ചു? മുഹുഹു താവത് ശക്രം, മുഹുസ്താവത് ശക്രം, അത് മുറിക്കുമ്പോൾ മുഹുഹു താവത് ശക്രം. താവത് എന്നുള്ളത് നിശ്ചയമായിട്ടും എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ്. ശക്രം മുഹുഹു, ശക്രനെ, ദേവേന്ദ്രനെ മുഹുഹു വീണ്ടും ജയിച്ചു. എവിടേക്കാണ് ആ ശക്രനെ, ദേവേന്ദ്രനെ ജയിച്ചത്? മഴ പെയ്യക്കഥ, മഖം യാഗം ചെയ്യുമ്പോൾ യാഗം വേണ്ടാന്ന് വെച്ച്, ദേവേന്ദ്രനുള്ളതായിട്ടുള്ള യാഗം വേണ്ടാന്ന് വെപ്പിച്ചു ഗോപന്മാരെ കൊണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ ദേവേന്ദ്രൻ അധിക കഠിനമായിട്ട് വർഷിക്കാൻ തുടങ്ങി. പക്ഷേ ആ 7 ദിവസം ഗോവർദ്ധന പർവ്വതം പൊക്കിക്കൊണ്ട് ആ മഴ തടഞ്ഞു നിന്നു. വ്രജത്തിനെ നശിപ്പിക്കാൻ ദേവേന്ദ്രന് സാധിച്ചില്ല. ഒടുക്കം മേഘങ്ങളൊക്കെ ഇല്ലാണ്ടായിട്ട് ഇന്ദ്രൻ തോറ്റുപോയി എന്ന് പറഞ്ഞു. അതല്ലാതെ കണ്ട് പിന്നെ ഉണ്ടായി മുഹുസ്താവച്ഛക്രം, പല പട്ടം ശക്രനെ തോൽപ്പിക്കുകയുണ്ടായി. സ്വർഗത്തിൽ നിന്ന് പരിജാതം കൊണ്ടുവന്നുല്ലോ. അപ്പോൾ അവിടെ ദേവേന്ദ്രനെ തോൽപ്പിക്കുകയുണ്ടായി. യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടാണ് പാരിജാതം കൊണ്ടുവന്നത്. ഇങ്ങനെ പല പ്രാവശ്യം ദേവേന്ദ്രനെ മുഹുഹു വീണ്ടും തോൽപ്പിച്ചു എന്നാണ്. അജയ, ജയിച്ചു. ഇനി യമം ബാലാനി വരുണമജയോ നന്ദഹരണേ, നന്ദഗോപരെ വരുണന്റെ ഭൃത്യന്മാര് ഇവിടെ കുളിക്കാൻ പോയതായിട്ടുള്ള ആ പുഴയിൽ, നദിയിൽ കുളിക്കാൻ പോയതായിട്ടുള്ള നന്ദഗോപരെ വരുണലോകത്തിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് വരുണനെ കൊണ്ടുവന്നു. അപ്പം അങ്ങനെ നന്ദഹരണേ, നന്ദനെ അപഹരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ, അപഹരിച്ചു കൊണ്ടുപോയതായ അവസരത്തിൽ വരുണനെ ജയിച്ചു. വരുണം അജയ, വരുണനെയും ജയിച്ചു. മുഹുസ്താവച്ഛക്രം വരുണം അജയ നന്ദഹരണേ യമം ബാലാനീതൗ, യമനെ ജയിക്കുകയുണ്ടായി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുരുനാഥൻ്റെ പുത്രനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. എന്നിട്ട് ഗുരുദക്ഷിണയായിട്ട് മകനെ തിരിച്ചു കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ യമഗൃഹത്തിൽ പോയിട്ട്, ഹിമാലയത്തിൽ പോയിട്ട് മകനെ തിരിച്ചു വാങ്ങി ഗുരുവിന് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ യമം ബാലാനീതൗ ഗുരുപുത്രനെ തിരിച്ചു കൊണ്ടുവന്നതായിട്ടുള്ള അവസരത്തിൽ യമനെയും ജയിച്ചു. യമം ബാലാനീതൗ ദവദഹനപാനേ അനിലസഖം, അനിലൻ കാറ്റിൻ്റെ സഖിയായിട്ടുള്ള അഗ്നിയുടെ സഖി, അവർ രണ്ടുപേരും കൂട്ടുകാരാണ്. അഗ്നി ഉണ്ടെങ്കിൽ അഗ്നിയെ വർദ്ധിപ്പിക്കാനുള്ളതാണ് കാറ്റ്. അപ്പം അങ്ങനെ കാറ്റുണ്ടെങ്കിൽ തീ കൂടുതൽ ശക്തിയായിട്ട് കത്തൂലോ. അപ്പം അങ്ങനെ അനിലസഖം, അനിലൻ്റെ കൂട്ടുകാരനായ സഖിയായ അഗ്നിയെ എവിടെയാണ്? ദവദഹനപാനേ, ആ കാട്ടുതീയെ പാനം ചെയ്യണ്ടായി. കാട്ടുതീ വന്ന് 4 ഭാഗത്തും വന്ന് നിറഞ്ഞപ്പോൾ ആ എല്ലാവരോടും കണ്ണടച്ചോളാൻ പറഞ്ഞ് ആ കാട്ടുതീ അങ്ങോട്ട് ഭഗവാൻ പാനം ചെയ്തു. കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും വൃന്ദാവനത്തിൽ എത്തിയിരിക്കണു. കാട്ടുതീയുമില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ ദവദഹനപാനേ, ആ കാട്ടുതീയെ പാനം ചെയ്യുന്നതായ അവസരത്തിൽ എല്ലാ സഖനായിട്ടുള്ള അഗ്നിയെ ജയിച്ചു.
ദവദഹനപാനേ അനിലസഖം വിധിം വത്സസ്തേയേ. വത്സന്മാരെ, പശുക്കുട്ടികളെ കാണാണ്ടാക്കിയിട്ട് മറച്ചു വെച്ചതായിട്ടുള്ള അവസരത്തിൽ, വത്സസ്തേയെ, പശുക്കുട്ടികളെ കട്ടതായ അവസരത്തിൽ ബ്രഹ്മാവ് പശുക്കുട്ടികളെ മറച്ചു വെച്ചു. ആ സമയത്ത് ബ്രഹ്മാവിനെയും തോൽപ്പിച്ചു. വിധിയും ബ്രഹ്മാവിനെ വത്സസ്തേയെ, പശുക്കുട്ടികളെ കൊണ്ടുപോയത് വിഷയത്തിൽ ബ്രഹ്മാവിനെയും ജയിച്ചു. വിധിം വത്സസ്തേയെ ഇഹ ബാണസ്യ സമരേ. ഇവിടെ ഇതാ ഈ ബാണന്റെ യുദ്ധത്തിൽ ഗിരിശനെയും അങ്ങ് പരാജിതനാക്കി. ഇവിടെ ഈ ഗിരിശനെയും, ബാണാസുര യുദ്ധത്തിൽ ഗിരിശനെയും അങ്ങ് പരാജിതനാക്കി. അജയ, അങ്ങ് ജയിച്ചു. ഇങ്ങനെ വിഭോ, അല്ലയോ വിഭോ ആയിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള, സർവശക്തനായിട്ടുള്ള ഭഗവാനെ, വിശ്വോത്കർഷി, പ്രപഞ്ചത്തിലെ എല്ലാറ്റിനേക്കാളും ഉത്കർഷമായിട്ടുള്ളതാണ്. വിഭോ വത്സോത്കർഷി തദയം അവതാര. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ അവതാരം ജയതി, സർവോത്കർഷേണ വിജയിക്കുന്നു എന്ന് കവി പറയണതാണ്. മുഹുസ്താവച്ചക്രം, ചക്രനെ, ഇന്ദ്രനെ പല പ്രാവശ്യം ജയിച്ചു. വരുണം അജയ നന്ദഹരണേ, നന്ദഗോപരെ അപഹരിച്ച് വരുണലോകത്തിലേക്ക് കൊണ്ടുപോയതായ അവസരത്തിൽ വരുണനെ ജയിച്ചു. യമം ബാല അനീതോ, ഗുരുവിൻ്റെ പുത്രനെ കൊണ്ടുപോയതായിട്ടുള്ള യമനെ തിരിച്ചു കൊണ്ടുവന്ന് ഗുരുവിന് കൊടുക്കുന്നതായിട്ടുള്ള അവസരത്തിൽ വരുണനെ ജയിച്ചു. ദവദഹനപാനേ അനിലസഖം അഗ്നിയെ, വായുവിൻ്റെ കൂട്ടുകാരനായ അഗ്നിയെ, ദവദഹനം കാട്ടുതീ പാനം ചെയ്തതായിട്ടുള്ള അവസരത്തിൽ അഗ്നിയെ ജയിച്ചു. വിധിം വത്സസ്തേയെ, പശുക്കുട്ടികളെ കട്ടതായ അവസരത്തിൽ, അവരെ കാണാതാക്കിയതായ അവസരത്തിൽ വിധിയെ, ബ്രഹ്മാവിനെ ജയിച്ചു. ഗിരിശം ഇഹ ബാണസ്യ സമരേ. ഇവിടെ ഈ ബാണാസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ ഗിരിശനെയും അങ്ങ് പരാജിതനാക്കി. അല്ലയോ വിഭുവായിട്ടുള്ള, ശക്തനായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, വിശ്വോത്കർഷി, മറ്റെല്ലാറ്റിനെയും മറ്റെല്ലാറ്റിനേക്കാൾ ഉത്കർഷമായിട്ടുള്ളതാണ് അങ്ങയുടെ ഈ കൃഷ്ണാവതാരം. അത് ജയതി, സർവോത്കർഷേണ വിജയിക്കുന്നു എന്ന്. അടുത്ത ശ്ലോകം. ദ്വിജരുഷാകൃകലാസവപുദ്ധരം നൃഗനൃപം ത്രിദിവാലയമാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാമുപദിശൻ പവനേശ്വര പാഹിമം. ഇനി വേറൊരു കഥ എൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്. നൃഗൻ എന്നുള്ളതായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കഥയാണ് ഇവിടെ പറയുന്നത്. ദ്വിജന്മാരുടെ കോപം കൊണ്ട്, ബ്രാഹ്മണ കോപം കൊണ്ട്, കൃകലാസവപുർധരം, കൃകലാസൻ എന്ന് വെച്ചാൽ ഓന്തിൻ്റെ ശരീരം സ്വീകരിക്കേണ്ടി വന്നതായിട്ടുള്ള, ഓന്തായിട്ട് മാറിയതായിട്ടുള്ള നൃഗൻ എന്നുള്ളതായ ഭക്തനായിട്ടുള്ള രാജാവിനെ ത്രിദിവാലയം ആപയൻ. ത്രിദിവാലയം ദേവന്മാരുടെ ആലയം, സ്വർഗത്തെ പ്രാപിപ്പിച്ചുകൊണ്ട്, പ്രാപിപ്പിച്ചുകൊണ്ട്, സ്വർഗത്തിലേക്ക് അയച്ചുകൊണ്ട്, നിജജനെ, തൻ്റെ ജനങ്ങളോട്, ദ്വിജഭക്തിം അനുത്തമാം ഉപദിശൻ, നിജഭക്തിം, അനുത്തമമായിട്ടുള്ള, അതിനേക്കാൾ ശ്രേഷ്ഠമായി വേറൊന്നില്ല എന്നുള്ളതായിട്ടുള്ള ദ്വിജന്മാരോടുള്ളതായിട്ടുള്ള ഭക്തി, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ബ്രാഹ്മണരെ പൂജിക്കുക എന്നുള്ളതാണ് ശ്രേഷ്ഠം. അത്രത്തോളം വലിയതായിട്ട് മറ്റൊരു ഭക്തിയുമില്ല എന്ന് ഉപദേശിച്ചു കൊണ്ടുള്ളതായ പവനേശ, അല്ലയോ ഗുരുവായൂരപ്പ, പാഹിമാം, എന്നെ രക്ഷിച്ചാലും എന്ന് ആ ശ്ലോകത്തിൻ്റെ അവസാനം. അതായത് ഈ വിപുലമായിട്ടുള്ള ഓന്തിനെ കണ്ട് കൂട്ടുകാരൊക്കെ ഭഗവാനോട് എന്താണ് ഇങ്ങനെ ഈ ഓന്ത് എന്ന് ലഹള കൂട്ടിയപ്പോൾ പറഞ്ഞപ്പോൾ ഭഗവാൻ അതിനെ ഒന്ന് സ്പർശിച്ചു എന്നാണ്. കൈകൊണ്ടൊന്നും തൊട്ടപ്പോഴേക്കും അത് നൃഗനൃപനായിട്ട് മാറി അദ്ദേഹത്തിന് സ്വർഗം കിട്ടി, സ്വർഗപ്രാപ്തി വന്നു എന്നുള്ളതാണ്. അതിനുള്ള കഥയാണ് ഈ നേരത്തെ കാര്യമായിട്ട് അവിടെ പറയണത്. അദ്ദേഹം മോചിപ്പിച്ചു, ഭഗവാനാണ് സ്വർഗപ്രാപ്തി കൊടുത്തത്. പക്ഷേ അതിനു മുമ്പുണ്ടായതായിട്ടുള്ള കഥ, ഈ രാജാവ് അത് ഈ ഭക്തനായിരുന്നു, ധാരാളം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണ ആളാണ്. അനവധി പശുക്കളെ ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്തു അദ്ദേഹം.
അപ്പോൾ അതിൽ ഒരു ബ്രാഹ്മണന് കുറേയധികം പശുക്കളെ ദാനം, എല്ലാവർക്കും അതേ ധാരാളം പശുക്കളെ ദാനം ചെയ്തു. അപ്പോൾ ഒരു പശു കൂട്ടത്തിൽ നിന്ന് തെറ്റിയിട്ട് രാജാവിൻ്റെ ഗോകുല ശാലയിലേക്ക് തിരിച്ചു വന്നു. അതായത് തൻ്റെ കൂട്ടുകാരൊപ്പമുള്ളവരൊക്കെ ഗോശാലയിലുണ്ട് കുറേ പേര്. അപ്പോൾ അവിടേക്ക് തിരിച്ചു വന്നു ഒരു പശു, ഒരു ബ്രാഹ്മണന് കൊടുത്തതായിട്ടുള്ള പശു ഗോശാലയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇതറിയാതെ കണ്ട് രാജാവ് ആ പശുവിനെ വേറെ പശുക്കളോടൊപ്പം വേറെ ഒരു ബ്രാഹ്മണന് കൊടുത്തു. ഇത് താൻ ദാനം ചെയ്ത പശു തിരിച്ചു വന്നതാണെന്ന് അറിഞ്ഞിട്ടില്ല, അദ്ദേഹം അറിഞ്ഞിട്ടല്ലാതെ ചെയ്തത്. പക്ഷേ അങ്ങനെ വേറെ ഒരു ബ്രാഹ്മണൻ അതിനെ തന്നെ കൊടുക്കാനിടയായി. അപ്പോഴേക്കും ആദ്യം കൊടുത്തവരായിട്ടുള്ള ബ്രാഹ്മണൻ അന്വേഷിച്ചു വന്നു, എൻ്റെ ദാനം ചെയ്തതായിട്ടുള്ള പശു കൂടി തിരിച്ചു വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിനെ വേറൊരാൾക്ക് കൊടുക്കൽ കഴിഞ്ഞിരിക്കുന്നു അവിടെ. അപ്പോൾ ഒരു പശുവിനെ തന്നെ 2 പേർക്ക് ദാനം ചെയ്തു. ഒരിക്കൽ ദാനം ചെയ്ത പശുവിനെ രണ്ടാമത് മറ്റൊരാൾക്ക് ദാനം ചെയ്തു. അവർ തമ്മിൽ വഴക്കായി, ഇതെൻ്റെയാണ് എന്നുള്ളതായിട്ടുള്ള വഴക്കായി. പകരം എത്ര പശുക്കളെ വേണമെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞു എന്ന് വെച്ചാലും അവരതൊന്നും കൂട്ടാക്കിയില്ല. എന്തായാലും രാജാവിനെ ശപിച്ചു, ഓന്താക്കി എന്നുള്ളതാണ് കഥ. ആ ഒന്നിന് ഭഗവാൻ മോക്ഷം കൊടുത്തു, സ്വർഗത്തിലേക്ക് മോക്ഷപ്രാപ്തി കൊടുത്തു എന്നാണ് കഥ. അതാണ് ഈ കഥ പറയുന്നത്. ദ്വിജരുഷ, ബ്രാഹ്മണൻ്റെ കോപം കൊണ്ട് കൃകലാസവപുർധരം, കൃകലാസവപുസ്സിനെ, ഓന്തിൻ്റെ ശരീരത്തെ സ്വീകരിച്ചതായ നൃഗനൃപത്തെ, നൃഗൻ എന്നുള്ളതായിട്ടുള്ള രാജാവിനെ ത്രിദിവാലയം ദേവന്മാർ, ആ ത്രിദിവാലയന്മാരുടെ ലോകത്തേക്ക്, സ്വർഗലോകത്തേക്ക് ആപയൻ പ്രാപിപ്പിച്ചുകൊണ്ട് നിജജനെ, എന്നിട്ട് തൻ്റെ ആളുകളോട് ഇതായി കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് തന്നെയാണ് ഈ പറയണത്. തനിക്ക് സ്വശരീരം തിരിച്ചു കിട്ടിയതായ രാജാവ് തന്നെയാണ് അവിടെ ആളുകളോട് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ള വർത്തമാനം പറയണത്. അപ്പം അങ്ങനെ നിജജനെ, തൻ്റെ ജനങ്ങളോട്, തൻ്റെ ആൾക്കാരോട് ദ്വിജഭക്തിം അനുത്തമാമുപദിശൻ, ദ്വിജഭക്തി തന്നെയാണ് ബ്രാഹ്മണരോടുള്ളതായിട്ടുള്ള ഭക്തി തന്നെ, അറിയാതെയും കൂടിയും അവരെ ദ്വേഷിക്കരുത് എന്നുള്ളതായിട്ടുള്ള അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അനുത്തമം, അതിനേക്കാൾ ഉത്തമമായിട്ട് വേറെ ഒന്നുമില്ല. അതാണ് അനുത്തമം എന്നുള്ള പദം. അനുത്തമമായിട്ടുള്ളത് ദ്വിജഭക്തി തന്നെയാണ് എന്ന് ഉപദേശിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള പവനേശ, പവനപുരാധീശ പാഹിമം, എന്നെ രക്ഷിച്ചാലും. മുഹുസ്താവച്ഛക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാനേ നിലസഖം വിധിം വത്സസ്തേയേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷീ തദയമവതാരോ ചേതിതേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കുറെ തോൽപ്പിച്ചിന്ദ്രം വരുണനെ പിതാവിന്റെ ഹരണേ ഗുരുദാനേ കാലം വനദഹന കാര്യത്തിലനലം വിധിം ഗോവൃത്താന്തേ ശിവനിഹ ബാണന്റെ സമരേ വിഭോ വിശ്വശ്രേഷ്ഠം വിജയമവതാരം ഇതു തുലോം. ദ്വിജരുഷാ കൃകലാസവപുർധരം നൃഗനൃപം ത്രിദിവാലയമാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാമുപദിശൻ പവനേശ്വര പാഹിമം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നൃഗനൃപൻ ദ്വിജകോപനിമിത്തമായി പതിതനോന്തിനു മുക്തി കൊടുത്തു നീ മഹതതാം ദ്വിജഭക്തി ഭവജനേ വിശദമാക്കി തുണയ്ക്കനിലേശ്വര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.